സോ ഗൈസ് ഹായ്, ഇന്നത്തെ നമ്മുടെ ട്രേഡ് ആക്ച്വലി നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ആദ്യമേ ഇത് ചെയ്യാൻ പറ്റിയില്ല. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ഇന്നത്തെ ട്രേഡ് ഇനിഷ്യേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഈ ഏരിയ എന്നായിരുന്നു. അപ്പം ക്ലീൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് റിജക്ഷൻ കിട്ടും. അതേപോലെ ഇവിടെ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാൻ പറ്റും. ഈ ഒരു ഏരിയ വരെ നമുക്ക് ഒരു റിസ്ക് റിവാർഡിൽ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. സോ ഇപ്പം ഈ ട്രേഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1:5 തന്നെ ഈ ഒരു ഒറ്റ ട്രേഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് ഓക്കെ, നിങ്ങൾ ഇപ്പം ഈ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾ ഈ ഒരു ലെവൽ വരെയാണ് വെച്ചെങ്കിൽ ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ വരെ ട്രെയിൽ ചെയ്ത് വെച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ പോലും നിങ്ങൾക്ക് ഈ ഒരു റിസ്ക് റിവാർഡിൽ നല്ലൊരു ട്രേഡ് കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക, നമ്മുടെ ഒരു വിന്നിങ് ട്രേഡിനെ മാക്സിമം ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ റാലി ചെയ്യുക എന്നുള്ളൂ. ഹോൾഡിങ് ദ വിന്നേഴ്സ്, കട്ടിങ് ദ ലൂസേഴ്സ്. കാരണം നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലരും ഈ ലോസിലോട്ട് പോകുമ്പോഴത്തേക്കും ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കും. കാരണം തിരിച്ച് കയറും, പ്രോഫിറ്റ് ആകുമെന്ന് പറഞ്ഞത്. പക്ഷേ പ്രോഫിറ്റിലോട്ട് പോകുമ്പോൾ ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും വിന്നിങ് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ നോക്കുക, ലൂസിങ് ട്രേഡ് അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്യുക. കാരണം നമുക്ക് ബിഗ് വിൻ പറ്റും, അല്ലെങ്കിൽ സ്മോൾ ലോസ് പറ്റും, സ്മോൾ പ്രോഫിറ്റ് പറ്റും, ബ്രേക്ക് ഈവൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും പറ്റാത്തത് ബിഗ് ലോസ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ട്രേഡുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പം ഇതിനകത്തിലെ ഒരു ട്രേഡ് എങ്ങനെയാണ് വന്നത് എന്നുള്ള ഒരു അനാലിസിസ് പറയാനാണെങ്കിൽ, നമ്മളിപ്പം ആദ്യം എന്താ പറയുക, നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. സോ ഹയർ ടൈം ഫ്രെയിം നോക്കി, നമ്മൾ ഡെയിലിയിൽ നോക്കിയപ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ മാർക്കറ്റ് എന്താണ് കാണിക്കുന്നത്, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറയുന്ന പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആണെങ്കിലും ലിക്വിഡിറ്റി ഏരിയാസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ കറക്റ്റ് ഏരിയാസ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 1 അവറിൽ നമ്മളിത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളെന്താ സ്മോളർ ടൈം ഫ്രെയിം, അതായത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരുന്നു. 15 മിനിറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരൊറ്റ ക്യാൻഡിലാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത്. കാരണം ഇവിടെ ഒരു സോൺസ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് റിജക്ഷൻസും വന്നിട്ടുണ്ട്. സോ ഇവിടെ ആണെങ്കിലും എന്താണ് നമുക്കൊരു ഡബിൾ ടോപ്പും കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, ഹയർ ടൈം ഫ്രെയിം അനാലിസിസ് നടത്തും, സോൺസ് മാർക്ക് ചെയ്യും, ലോവർ ടൈം ഫ്രെയിമിലേക്ക് വരും. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ 5 മിനിറ്റിലേക്ക് വന്നു, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് വന്നു, ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നു, ഒരു റെഡ് ക്യാൻഡിൽ വോളിയം വന്നു. നമ്മളിതാ ഈ ഒരു ഏരിയയിലാണ് ട്രേഡ് ഇനിഷ്യേഷൻ വന്ന്. സോ ഇത്രയും പോലും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. പക്ഷേ സേഫ്റ്റിക്ക് നമ്മളതാ ഇവിടെ വെച്ചു. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് വിത്തിൻ 15 മിനിറ്റിൽ നല്ല അടിപൊളി ഒരു ട്രേഡ് കിട്ടി. കാരണം നിങ്ങൾ ഇപ്പം ഇവിടെ വരെയുള്ള ഒരു പൊസിഷൻ വെച്ച് നോക്കാനാണെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 1:5 അല്ലെ 1:6, അതായത് ഒരു 10,000 രൂപ നിങ്ങൾ ഈ ട്രേഡ് റിസ്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 50,000 പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയത്. അത്രയും നല്ലൊരു ട്രേഡായിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ ട്രേഡ്സ് നമുക്ക് ലൈവായിട്ട് തന്നെ ഓരോ ടൈമിൽ എടുക്കാൻ നോക്കാം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം തൊട്ട് റെക്കോർഡ് ചെയ്യാൻ വെച്ചാണ്, പക്ഷേ അത് നടന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു നല്ലൊരു ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആംഗിൾ എടുത്തത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള കൂടുതൽ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഐ ട്രൈ ടു ഡു ഇറ്റ് മോർ ഓഫൺ. അപ്പം നിങ്ങൾ പറയുക കൂടുതൽ കണ്ടൻറ്റ്സ് എന്താണ് വേണ്ടത്, എങ്ങനെയുള്ള കണ്ടൻറ്റ്സാണ് കൂടുതൽ വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ട്രേഡുകൾ കാണണം, ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാണണം, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പം സീ യു ഓൺ അനദർ വീഡിയോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് റിജക്ഷൻ വരുമോ ബ്രേക്ക് ചെയ്യുമോ എന്താണെങ്കിലും റിജക്ഷൻ വന്നാലും ഇല്ലെങ്കിലും നല്ലൊരു ടാർഗറ്റ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് റാലി ചെയ്യേണ്ടവർക്ക് ഹോൾഡ് ചെയ്യാം, അല്ലാത്തവർക്ക് എക്സിറ്റ് ചെയ്യാം. അത് ഇറ്റ്സ് അക്കോർഡിംഗ് ടു യു. അപ്പം ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.